അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാടിന്റെ ഉള്ളിൽ നിന്ന് റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒച്ച കേട്ടത്. അതിന്റെ ഇടയ്ക്ക് ഇതേപോലെ തകർന്നു കിടക്കുന്ന പ്രേതാലയം പോലത്തെ കുറെ വീടുകൾ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിൽ ഈ ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് കല്ലാല എസ്റ്റേറ്റ് എന്നുകൊണ്ടൊരു സ്ഥലത്തേക്കാണ്. ആക്ച്വലി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അതിരപ്പള്ളി ഭാഗത്താണ്. അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗത്താണ് ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? സൈലൻസ്, നിശബ്ദത. ഈ വിഷ്വൽസ് എല്ലാം കാണുമ്പോൾ എത്ര മനോഹരമായ സ്ഥലമല്ലേ. പക്ഷെ ഇതിന്റെ റിയാലിറ്റി ഇതല്ല. ജീവിക്കാൻ വേണ്ടി മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ പോരടിക്കുന്ന ഒരു നാടാണ്. ഏകദേശം 22ഓളം കേസുകൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിക്കുന്ന എത്ര കേസ് ഉണ്ടാകാം. ഒന്ന് അത്യാവശ്യമായിട്ട് വീട്ടിന് പുറത്ത് പോകണമെങ്കിലോ, അല്ലെങ്കിൽ അടുത്തുള്ളൊരു കടയിൽ പോകണമെങ്കിലോ, അതും അല്ലെങ്കിൽ ഒന്ന് ആശുപത്രിയിലോ സ്കൂളിലോ പോകണമെങ്കിൽ പോലും ആനേനെ പേടിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ഇവിടെയുള്ള ഒരു വീടിന് പുറത്തിറങ്ങിയാൽ പിന്നെ ജീവനും കൈ പിടിച്ചാണ് യാത്ര. ഈ കാണുന്ന വാർത്തകളെല്ലാം ഈ നാട്ടിലെ ആനയും ഇവിടുത്തെ നാട്ടുകാരും തമ്മിൽ ജീവിക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന പോരാട്ടങ്ങളുടെ കഥകളാണ്. അപ്പം ഈ നാട്ടിലെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്കിവിടെ ഗേറ്റിൽ 10 രൂപ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ എൻട്രി കിട്ടും. ഞാൻ അതേപോലെ എൻട്രി ഫീ കൊടുത്തിട്ട് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പോട്ടിൽ നിന്നു. എന്താ ഭംഗി നോക്ക്. ഒരു വശത്ത് എണ്ണപ്പന, മറുവശത്ത് റബ്ബർ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ കൂടി നീണ്ടുപോകുന്ന റോഡ്. ഈ റോഡിൻ്റെ ഭംഗി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേന് റോഡ് മോശമാവും. കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു, ആ സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ യാത്ര തുടർന്നു. എക്സ്പൾസ് ഞാൻ നമ്മുടെ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ആക്ച്വലി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ബെസ്റ്റ്. പ്രത്യേകിച്ച് നമുക്ക് ഇതേപോലെയുള്ള ഇത്തിരി മോശം റോഡിൽ കൂടിയാണെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും സിംഗിൾ റൈഡിങ് ആണെങ്കിൽ. ഹാൻഡിലിങ് കുറച്ചും കൂടി എളുപ്പം സിംഗിൾ റൈഡിങ് ആയിരിക്കും. ഈ റോഡ് ആക്ച്വലി ഇപ്പം അടുത്ത് റീസെൻ്റ്ലി ടാർ ചെയ്തേക്കുന്നതാണ് ഈ റോഡ്. നേരത്തെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയല്ലായിരുന്നു. വേറൊരു മനുഷ്യനല്ല റോഡിൽ. ഈ ഏരിയ മൊത്തം പല പല ബ്ലോക്കുകളായി തിരിച്ചിട്ടിരിക്കുക. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലത്തെ വഴി അറിയാൻ വേണ്ടിയിട്ടുള്ള ബോർഡുകളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ തകർന്നു കിടക്കുന്ന പ്രേതാലയം പോലത്തെ കുറേ വീടുകൾ. ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ചകൾ ഇതാണ്. ഒരു വശത്ത് എണ്ണപ്പനകൾ ആന കുത്തിമറിച്ചിട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയ. കൃഷിത്തോട്ടാണിത്, മൊത്തം നശിപ്പിച്ചിട്ടേക്കുക. ഇതൊക്കെ ഇനി രാത്രി പകലൊന്നുമില്ലാതെ ആനകൾ തിന്നാൻ വരുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ സത്യത്തിൽ ആ ഭാഗത്ത് ആനേനെ കണ്ടില്ല. ആനയുടെ പ്രസൻസ് ഉള്ള പോലെ തോന്നി. വീണ്ടും മുന്നോട്ട് പോയി. കുറേ ദൂരം നമുക്ക് ഇതേപോലെ സിംഗിളായിട്ട് സിംഗിൾ റൂട്ടിൽ കൂടെ ഒരു ട്രാഫിക്കും ഇല്ലാതെ സുഖമായിട്ട് ഓടിച്ചിട്ടുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു സ്പോട്ടാണ്. ഒരു ട്രാഫിക്കും ഇല്ല. ഇടയ്ക്ക് നമ്മൾ പേടിക്കേണ്ടത് പശുക്കളെ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പശുക്കൾ മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ചാടി റോട്ടിലേക്ക് വീഴും. നമ്മൾ പേടിച്ചു പോകും. ചിലപ്പോൾ പുലിയാണോ ആനയാണോ ആനക്കുട്ടിയാണോ എന്താണെന്ന് അറിയാൻ പറ്റൂല. അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. ചില പശുക്കളുടെ കഴുത്തിൽ മാത്രം മണി ഉണ്ടാവും. അപ്പോൾ കണ്ടോ, പശുക്കൾ ഇവിടെയൊക്കെ പശുക്കളാണ്. മൊത്തത്തിൽ പശുക്കളുടെ ഒരു മയമാണ്. പക്ഷെ പലരും പറയുന്നത്, ഞാനവിടെ പലരും സംസാരിച്ച് പലരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇത്രയും പശുക്കൾ ഇത്രയല്ല, ഇതിൽ കൂടുതൽ പശുക്കൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറവാന്ന് പറയുന്നത്. കാരണം പശുക്കൾക്ക് പാലില്ല, നോക്കാൻ ആൾക്കാരില്ല. ഭൂരിഭാഗം ആൾക്കാരും ആക്ച്വലി ഇവിടുന്ന് ഇപ്പോൾ ജോലി നിർത്തി വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. ക്വാർട്ടേഴ്സുകൾ പലതും ഇപ്പോൾ ആളുകൾ താമസവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട്. ചെറിയൊരു കട,
ഒരു ചായക്കട ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ ഈ സൊസൈറ്റിയുടെ ഒരു ഓഫീസ് കാണും, അതിന് ചുറ്റിപ്പറ്റി കുറച്ച് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവും. പിന്നെയും പഴയ പോലെ തന്നെ വിജനമായ റോഡുകൾ. ഇടയ്ക്കെങ്കിലും നമുക്ക് ഒരു മിണ്ടിയും പറഞ്ഞു പോകാനായിട്ട് നമുക്ക് കമ്പനിക്ക് വരുന്നത് പശുക്കൾ മാത്രമേ ഉള്ളൂ. വേറെ ആളുകൾ സത്യത്തിൽ കുറവാന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം നമ്മൾക്ക് എന്താ പറയുക, രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ ഇടയ്ക്ക് കിടക്കുന്ന ലൊക്കേഷനാണ്. ഒന്ന് നമ്മുടെ അതിരപ്പള്ളി, അതേപോലെ തന്നെ സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്ക് ഒരു വശത്ത്, വെറ്റിലപ്പാറ ഭാഗം ഒരു വശത്ത്, ഇപ്പുറവശത്ത് മഞ്ഞപ്ര, അയ്യമ്പുഴ പോലെയുള്ള സ്ഥലങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും മനുഷ്യർ ഇതിൻ്റെ ഇടയ്ക്ക് ജീവിക്കുന്നെന്ന് പറയുമ്പം സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ കിട്ടുക. കാരണം ആളുകൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല. റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല. റോഡ് ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ രാത്രി പ്രത്യേകിച്ച് ഇവർക്ക് ആളുകൾക്ക് ആനനെ പേടിക്കണം. പകൽ പിന്നെയും പോവാം, പക്ഷെ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിൽ ആന ഇറങ്ങുമെന്നുള്ളതാണ് വാസ്തവം. അത് ഒന്നും രണ്ടും അല്ല, ചിലപ്പോൾ 30-32 കൂട്ടം വരെ, 32 എണ്ണം വരെയുള്ള കൂട്ടങ്ങൾ ഈ റോഡിന് ചുറ്റുവട്ടത്തും ഈ തോട്ടത്തിലും വരുന്നവരെ ആക്രമിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചാൽ പോലും വണ്ടിക്ക് പോലും വരില്ല. കുറച്ച് കഴിയുമ്പോൾ റോഡിൻ്റെ അവസ്ഥ തീരെ മോശമായി. ഇവിടെയൊക്കെ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ആക്ച്വലി ടാറില്ല, മണ്ണ് തന്നെ. ഇത് ക്വാർട്ടേഴ്സാണ് ആക്ച്വലി. കുറച്ച് ആളുകളോട് താമസിക്കുന്നുണ്ട്. അവർ ഈ എസ്റ്റേറ്റിൽ തന്നെ പണിയെടുക്കുന്നവരാണ്. ഇപ്പം തന്നെ ഞാൻ പോരുമ്പം ആളുകൾ ആക്ച്വലി പ്ലാന്റേഷനിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യം നേരത്തെ അതിരാവിലെ ജോലിക്ക് ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ അതേപോലെ ജോലിക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പെർമിഷൻ മാനേജ്മെൻറ്റ് കൊടുക്കുന്നില്ല. കാരണം ആനയാണ് ശല്യം. ആന രാവിലെയൊക്കെ തോട്ടത്തിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നേരം വെളുത്തിട്ട് അത്യാവശ്യം വെളിച്ചം വീണതിന് ശേഷം മാത്രം പണിക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര വെയിലാണെങ്കിലും ഉച്ചവരെയൊക്കെ ഇവർ പണിയും. ഉച്ചവരെയൊക്കെ പണിതിട്ട് പിന്നെ അവർ പണി നിർത്തി ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ കയറും. അപ്പം ഒരു നാട് മൊത്തം പുറത്തിറങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഈവൻ ഒരു സ്കൂളിൽ പോകാനോ ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ബാങ്കിൽ പോകാനോ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് പുറത്ത് പോകാനോ ഇത്രയും റോഡ്, അതായത് വിജനമായ റോഡിലൂടെ കുറേ ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിന് ആളുകൾക്ക് പേടിയാണ്. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വാസ്തവം. കാര്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല രസമുള്ള വഴികളാണ്. അത് ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് പുത്തരിയല്ല. കാരണം അവർ ഈ നാട്ടിൽ വർഷങ്ങളായിട്ട് ജീവിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഴയ പോലെ സ്വസ്ഥമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആകെയുള്ളത് ഒരു സ്കൂളുണ്ട്. ഇതാണ് ആ സ്കൂള്. ഇത് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. കാര്യം നടക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെല്ലാം അതിരപ്പള്ളി, വാൽപ്പാറ മലനിരകളാണ്. കുറച്ച് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിന് ചുറ്റും ഫോറസ്റ്റാണ് ആക്ച്വലി. ഫെൻസിങ് എന്ന് പറഞ്ഞ സാധനം ഒരുമാതിരി ഞാൻ കണ്ടെടുത്ത എല്ലായിടത്തും തകർന്നു കിടക്കുക. ഫെൻസിങ് ഒന്നും അത്ര ആക്റ്റീവല്ല. ആനകളുടെ കൂട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫെൻസിങ് കൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പം ഇതിനെല്ലാം വകഞ്ഞു മാറ്റിയിട്ടാണ് ആ പിള്ളേർ പഠിക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് കാടെല്ലാം കരിഞ്ഞ് കിടക്കുക. റോഡ് സൈഡിലെല്ലാം കരിയിലാണ്. ചെറിയൊരു തീപ്പൊരി വീണാൽ മതി, മൊത്തം കത്ത് പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കൊന്നും എവിടെയും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. റോഡ് വളരെ മോശമാണ്. റോഡിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല. സൈഡിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള കരിയിലകൾ പ്രശ്നം കിടക്കുന്നുണ്ട്. ആളുകൾക്കുള്ള ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥയൊക്കെ വളരെ ശോചനീയമാണ്. ഞാൻ കണ്ടെടുത്തോളം ക്വാർട്ടേഴ്സൊക്കെ വളരെ മോശമാണ്. അപ്പം ഇത്രയും ഒരു അവസ്ഥയിൽ ആളുകളോട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആശ്ചര്യം തോന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജോലി അത്യാവശ്യമാണ്. ഇവർക്ക് ഈ ജോലിയിൽ നിന്ന് പെൻഷൻ കിട്ടും, PF എന്നുള്ള പെൻഷൻ ഉണ്ട്. ഈ ജോലി ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് വച്ചു മാറാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട്. സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഇവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള 15,000 രൂപ 18,000 രൂപ വരെയൊക്കെയാണ് ഇവിടെ സാലറി കിട്ടുന്നത് തൊഴിലാളികൾ. ഇടയ്ക്ക് നമ്മൾക്ക് ഇതേപോലെ റോഡിലൂടെ വലിയ തടിവണ്ടികളുണ്ട്. ഇതെല്ലാം കയറ്റിപ്പോൾ തേക്കാണ്. ഈ തേക്ക് ഇവിടുന്ന് മുറിച്ചെടുത്തിട്ട് പുറത്ത് വിൽക്കുന്ന പരിപാടിയാണ് ആക്ച്വലി. വിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതറൈസ്ഡ് സെല്ലിംഗ് ആണത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വലിയ ഈ നമ്മുടെ റബ്ബർ മുറിച്ച വണ്ടികളും റബ്ബർ തടി മുറിച്ച കയറ്റിയ വണ്ടികളും അതേപോലെ തേക്കും തടി മുറിച്ച വണ്ടികളെല്ലാം വരും. കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുറച്ച് സ്പോട്ടിങ് കിട്ടി. നല്ല രസകരമായിട്ടുള്ള വിഷ്വൽസാണത്. അങ്ങനെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന്, റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ഒച്ച കേട്ടത്.
പേടിയില്ലേ? ആ ആനേനെ കൂടാതെ വേറെയും ചില വെല്ലന്മാരുണ്ട് ഇവിടെ. മച്ചിങ്ങ മുതൽ കരിക്ക് വരെയുള്ള തേങ്ങ കുരങ്ങന്മാർ നശിപ്പിക്കും. കൂർക്ക, ചേമ്പ്, ചേന, കപ്പ എന്നിവയൊക്കെ കാട്ടുപന്നികളും ഇല്ലാണ്ടാക്കും. തെങ്ങും കവുങ്ങും കാട്ടാനക്കൂട്ടം കുത്തിമുറിക്കും. മൃഗശല്യം കൂടിക്കൂടി പലരും ഇവിടെ കൃഷിയൊക്കെ ഉപേക്ഷിച്ച്. ഈ വന്നത് ഇവിടെയുള്ളൊരു ബസ്സുണ്ട്. ഇതിപ്പോൾ ഇവിടുന്ന് നേരെ ചാലക്കുടിക്ക് പോകും. തൊഴിലാളികൾ പ്ലാന്റേഷനിൽ പണിക്ക് പോയ ആളുകളാണ് അതിനകത്ത് ഭൂരിഭാഗം ഈ വന്നിറങ്ങിക്കൊണ്ടിരിക്കും. ഇവർ രാവിലെ പോയതാണ്. ഇനി ആഗ്രഹമുള്ളവർക്കൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ തൽക്കാലം ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.